ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രയാക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്താണ് ട്രയാക്ക്? നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ SCRനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? SCR എന്ന് പറഞ്ഞാൽ എന്താണ്? SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആസ് ഇറ്റ് ക്യാൻ കണ്ടക്ട് ഫ്രം ആനോഡ് ടു കാത്തോഡ് ഓൺലി ആൻഡ് നോട്ട് ഫ്രം കാത്തോഡ് ടു ആനോഡ്. അതായത് SCR യൂണി ഡയറക്ഷണൽ ഡിവൈസ് ആണ്. അതിന് ആനോഡിൽ നിന്ന് കാത്തോഡിലേക്ക് മാത്രമേ കണ്ടക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ, പക്ഷേ റിവേഴ്സ് ഡയറക്ഷനിൽ കണ്ടക്ഷൻ പോസിബിൾ അല്ല. പക്ഷേ ഒരു ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ബോത്ത് ഡയറക്ഷനിലും കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ ട്രയാക്കിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ഇറ്റ് ഈസ് ദസ് എ ബൈ ഡയറക്ഷണൽ തൈറസ്റ്റർ വിത്ത് 3 ടെർമിനൽസ്. ഇത് നമ്മൾ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ കൺട്രോൾ ഓഫ് പവർ ഇൻ AC സർക്യൂട്ട്സ്. ഓക്കെ, സോ നമുക്ക് വെൻ ഇൻ ഓപ്പറേഷൻ നമുക്ക് ഒരു ട്രയാക്കിനെ എങ്ങനെ പറയാം? എ ട്രയാക്ക് ഈസ് ഈക്വലന്റ് ടു 2 SCRs കണക്റ്റഡ് ഇൻ ആന്റി പാരലൽ. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? നമുക്ക് ഇതാണ് നമ്മുടെ ട്രയാക്കിന്റെ സിമ്പിൾ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ സിമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്. 2 SCR ആന്റി പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത പോലെയാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാക്കിന്റെ സ്ട്രക്ചർ. ട്രയാക്ക് ക്യാൻ കണ്ടക്ട് ഇൻ ബോത്ത് ദ ഡയറക്ഷൻസ്. രണ്ട് ഡയറക്ഷനും കണ്ടക്ട് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ the term anode and cathode are not applicable to triac. Anode എന്നുള്ള ടേമും അതുപോലെ തന്നെ കാത്തോഡ് എന്നുള്ള ടേം ഒന്നും ആർക്ക് അപ്ലിക്കബിൾ അല്ല, ട്രയാക്കിന് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പൊ അതിന് 3 ടെർമിനൽസ് ആണുള്ളത്. ഇറ്റ് ഹാസ് ഗോട്ട് 3 terminals and they are usually designated as MT1, മെയിൻ ടെർമിനൽ 1 ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ ടെർമിനൽ 2 ഉണ്ട് ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇനിയിപ്പോ ചില കേസിൽ ഇവിടെ മെയിൻ ടെർമിനൽ 1 മെയിൻ ടെർമിനൽ 2 നമുക്ക് ഇതിപ്പോ ഈ ഒരു ഓർഡറിൽ തന്നെ വരയ്ക്കാണ്ട് മുകളിൽ ഗേറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ ഇവിടെ ഗേറ്റ് വരച്ചിട്ടുണ്ടാവും. ഇനി ചില കേസിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആയിരുന്ന ഗേറ്റ് കാണിച്ചെന്ന് വെച്ചാലും കുഴപ്പമില്ല. ഇനി ആനോഡ് MT1 മുകളിലും താഴെയാണെങ്കിലൊന്നും പ്രത്യേകിച്ച് അതിലൊരു വിഷയമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ രീതിയിലല്ല, താഴെയും നമുക്ക് എന്ത് ചെയ്യാം? ഗേറ്റ് വരയ്ക്കാം. അതും എന്തിന്റെ സിമ്പിൾ തന്നെയാണ്? ട്രയാക്കിന്റെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ 3 ടെർമിനൽസ് ആണുള്ളത്, MT2, MT1 ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ് കാണിച്ചിട്ടുള്ളത്? ആദ്യത്തെ ക്വാഡ്രന്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ ക്വാഡ്രന്റിൽ നമ്മുടെ ഫോർവേഡ് ഡയറക്ഷനിലുള്ള കണ്ടക്ഷൻ. ഓക്കെ, ഇനി തേർഡ് ക്വാഡ്രന്റ് എന്താണുള്ളത്? നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കണ്ടക്ഷൻ ആണ് തേർഡ് ക്വാഡ്രന്റിൽ കാണിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിന് 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഫോർവേഡ് ഡയറക്ഷനിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള IV ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിച്ചിട്ടുള്ളത് തേർഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, തേർഡ് ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് നമ്മുടെ ട്രയാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ വർക്കിങ്ങിലോട്ട് കിടക്കാം. വർക്കിങ്ങിന് മുന്നേ നമുക്ക് എന്താ സ്ട്രക്ചർ ഒന്ന്, ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് ട്രയാക്ക്. ഓക്കെ, അപ്പൊ ട്രയാക്കിന് എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട്? N4 എന്നുള്ള ലെയർ ഉണ്ട് താഴെ, N4 എന്നുള്ള ലെയർ ഉണ്ട്, പിന്നെ P1 ഉണ്ട്, N1 ഉണ്ട്, P2 ഉണ്ട്, N2 ഉണ്ട്, N3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്കിംഗ് പറയുന്ന സമയത്ത് ഓരോരോ ലെയറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കിയേ, MT1 ആണ് നമ്മൾ N2 എന്ന് പറഞ്ഞ ലെയറിലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗേറ്റിന്റെ അടുത്ത് നമ്മൾ എന്തുണ്ട്? N3 എന്നുള്ള ലെയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വർക്കിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കണം, നമുക്കിപ്പോൾ ട്രയാക്കിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? N4 എന്നുള്ള ലെയർ ഉണ്ട്, P1 എന്നുള്ള ലെയർ ഉണ്ട്, N1 ഉണ്ട്, P2 ഉണ്ട്, N2 ഉണ്ട്, N3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ മോഡ്സിലും ഓരോ ലെയറിന്റെ ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ ഓപ്പറേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ്? MT2 പോസിറ്റീവ് ആണ്, അതായത് MT2 എന്നുള്ള ടെർമിനൽ പോസിറ്റീവ് ആണ്. ഗേറ്റ് കറണ്ട് എന്താണ്? പോസിറ്റീവ് ആണ്. നിങ്ങൾ നോക്കിയാൽ ഗേറ്റ് കറണ്ട് ഈസ് ഓൾസോ പോസിറ്റീവ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, MT2 പോസിറ്റീവ് ആവുന്ന സമയത്ത് when MT2 is positive with respect to MT1, ജംഗ്ഷൻസ് ഏതൊക്കെ ജംഗ്ഷൻ ആയിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആവുക? ഇവിടെ പോസിറ്റീവ് P, അപ്പോൾ ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്. പിന്നെ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. സോ P2 N2 എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് 2 ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണ്, ഒരു ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ജംഗ്ഷൻസ് P1 N1 എന്ന് പറയുന്നത് എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആണ്. അതേപോലെ P2 N2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആണ്. പക്ഷേ ജംഗ്ഷൻ N1 P2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ്. ഓക്കെ, അപ്പോ ഈ ഒരു കേസിലാവുന്നത് കൊണ്ട് തന്നെ എന്ത് പോയില്ല? ഒരു ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് തന്നെ കറന്റ് ഫ്ലോ ഉണ്ടാവില്ല അല്ലേ? അപ്പോ നിങ്ങൾ നോക്കിയേ, when the gate terminal is positive, ഇവിടെ ഗേറ്റ് ടെർമിനൽ എന്താണ്? പോസിറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു MT1. അപ്പൊ ഗേറ്റ് കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുക? ഗേറ്റ് കറണ്ട് ഫ്ലോസ് മെയിൻലി ത്രൂ
P2 N2 ആ ഒരു പാത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Okay, so the gate current flows mainly through P2 N2 junction like an ordinary SCR. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ when gate current has injected sufficient charges into P2 layer, എന്താ സംഭവിക്കുക? റിവേഴ്സ് ബയാസ് ജംഗ്ഷൻ N1 P2 എന്തായിരിക്കും? അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും just as in a normal SCR. Okay, as a result the triac charge conducting from P1 N1 P2 N2 layers. Okay, അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? This shows that when MT2 and gate terminals, MT2 ഉം gate terminalum പോസിറ്റീവ് ആണെങ്കിൽ with respect to MT1, this shows that when MT2 and gate terminals are positive with respect to MT1, എന്താ സംഭവിക്കുന്നത്? Triac turns on like a conventional thyristor. Okay, under this condition triac operates in first quadrant. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ. ഓക്കെ, ഈ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ദ ഡിവൈസ് വിൽ ബി മോർ സെൻസിറ്റീവ് ഇൻ ദിസ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇറ്റ് ഈസ് എ റെക്കമെൻഡ് മെത്തേഡ് ഓഫ് ട്രിഗറിംഗ് ഇഫ് ദ കണ്ടക്ഷൻ ഈസ് ഡിസൈഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് ട്രിഗറിംഗ് ആണ് നമ്മൾ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ബിക്കോസ് ദ ഡിവൈസ് ഈസ് മോർ സെൻസിറ്റീവ് ഇൻ ദിസ് മോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ MT2 പോസിറ്റീവ് ആൻഡ് ഗേറ്റ് കറണ്ട് ഓൾസോ പോസിറ്റീവ് ആവുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതേപോലെ MT2 പോസിറ്റീവ് എന്തായിരിക്കണം? ഗേറ്റ് കറണ്ട് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോഴെന്താണ് സംഭവിക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട്? P1 N1 P2 N2. ഓക്കെ, അപ്പോൾ ഇവിടെ N2 ലെയറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത കേസിൽ നമ്മൾ N3 ലെയറിന്റെ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മളെ ഗേറ്റ് ടെർമിനൽ എന്താണ്? The gate terminal is negative with respect to MT1. അതുകൊണ്ട് ഗേറ്റ് കറണ്ട് ഫ്ലോസ് ടു ഏത് ജംഗ്ഷൻ ആയിരിക്കും? P2 N3 ജംഗ്ഷൻ കൂടിയാണ് ഗേറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, സോ when the gate terminal is negative with respect to MT1, the gate current flows to P2 N3 junction, ഈ കാണിച്ചിട്ടുള്ള ആരോ പോലെ. ഓക്കെ, and the reverse bias junction, ഏതായിരുന്നു reverse bias junction? N1 P2 അല്ലെ? and the reverse bias junction N1 P2 is forward biased as in a normal thyristor. അപ്പോൾ അത് കാരണം എന്താ സംഭവിക്കുക? The triac starts conducting through P1 N1 P2 N3 layers initially. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള കണ്ടക്ഷൻ ഏതിലൂടെ നടക്കും? P1 N1 P2 N3 ലേയേഴ്സിലൂടെ നടക്കും. ഇനി ഈ ഒരു കണ്ടക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ P2 N3 ലെയറിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? എവിടുന്നാ വരുന്നത്? നമ്മൾ ആനോഡ് പൊട്ടൻഷ്യൽ അല്ലെ, പോസിറ്റീവ് പൊട്ടൻഷ്യലിലോട്ട് എങ്ങോട്ട് പോകും? P2 N3 പൊട്ടൻഷ്യൽ റേസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു P2 നോക്കുക. ഈ ഒരു P2 നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് പോർഷൻ ഓഫ് P2 നമ്മൾ എവിടേക്ക് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്? ഇവിടെ കാത്തോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓഫ് MT1 നെഗറ്റീവ് പൊട്ടൻഷ്യലോട് നമ്മൾ ക്ലാമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഈ P2 N3യുടെ ലെയറിലുള്ള വോൾട്ടേജ് നമ്മൾ ആനോഡ് പൊട്ടൻഷ്യലിലേക്ക് റേസ് ചെയ്യുന്നു. ഇനി P2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാത്തോഡ് പൊട്ടൻഷ്യലിലോട്ടാണ് അത് ക്ലാമ്പ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അക്രോസ് ദ ലെയർ P2. ഓക്കെ, ഈ ഒരു റീജിയനിൽ ആനോഡ് പൊട്ടൻഷ്യലും ഈ ഒരു ഏരിയയിൽ കാത്തോഡിന്റെ പൊട്ടൻഷ്യലും വരുന്ന സമയത്ത് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് റീജിയൻ, അതായത് ഈ ഒരു റീജിയൻ ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക ദാൻ ഇറ്റ്സ് റൈറ്റ് ഹാൻഡ് റീജിയൻ. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുക? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. എ കറണ്ട് ഈ ഒരു ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുള്ള പോലെ എ കറണ്ട് ഷോൺ ആസ് ഡോട്ടഡ് ഇസ് ദസ് എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം P2 in the layer P2 from left to right. Okay, ഈ കറണ്ട് എന്തിന് സിമിലർ ആണ്? ഈസ് സിമിലർ ടു കൺവെൻഷണൽ ഗേറ്റ് കറണ്ട് ഓഫ് ആൻ SCR. അപ്പോൾ ആസ് എ കോൺസിക്വൻസ് എന്താ സംഭവിക്കുക? ദ റൈറ്റ് ഹാൻഡ് പാർട്ട് ഓഫ് ട്രയാക് കൺസിസ്റ്റിംഗ് ഓഫ് മെയിൻ സ്ട്രക്ചർ, അതായത് P1 N1 P2 N2 now begins to conduct. Okay, so the device structure P1 N1 P2 N3, അതായത് ആദ്യം ഇനീഷ്യലി കണ്ടക്ഷൻ എവിടെ നടന്നിട്ടുണ്ടായിരുന്നത്? P1 N1 P2 N3 ലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് കണ്ടക്ഷൻ ഇതിലൂടെ നടക്കുന്നുണ്ട്, P1 N1 P2 N2 ലൂടെ നടക്കുന്നുണ്ട്. Okay, so the device structure P1 N1 P2 N3നെ നമുക്ക് ഒരു പൈലറ്റ് SCR ആയിട്ട് റിഗാർഡ് ചെയ്യാം. Okay, and the structure P1 N1 P2 N2നെ നമുക്ക് മെയിൻ SCR ആയിട്ടും കൺസിഡർ ചെയ്യാം. Okay, so it can be stated that anode current of pilot SCR serves as the gate current for the main SCR. അപ്പോൾ ഇതാണ്
നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള സെക്കൻഡ് കണ്ടീഷൻ. ഇനി നമ്മൾ തേർഡ് ക്വാഡ്രന്റിലും ഇതേപോലെ രണ്ട് കണ്ടീഷൻ ഉണ്ട്, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത കണ്ടീഷൻ MT2 നെഗറ്റീവ് ആൻഡ് ഗേറ്റ് കറണ്ട് ആൾസോ പോസിറ്റീവ്. MT2 നെഗറ്റീവ് ആയിരിക്കണം, ഗേറ്റ് കറണ്ട് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ MT2 നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്കൊരു അഡീഷണൽ ലെയർ വരുന്നുണ്ട്, ഏതാണ്, N4 ലെയർ. ഇനി എവിടുന്നാണ് കണ്ടക്ഷൻ നടക്കേണ്ടത്, മുകളിൽ നിന്ന് താഴോട്ടാണ് കണ്ടക്ഷൻ നടക്കേണ്ടത്. ഇതുവരെ ഏത് കണ്ടക്ഷൻ, എങ്ങനെയാണ് കണ്ടക്ഷൻ നടന്നത്, താഴെ നിന്ന് മുകളിലോട്ട്, MT2ൽ നിന്ന് MT1ലോട്ട് നടന്ന കണ്ടക്ഷൻ ഇനി MT1ൽ നിന്ന് MT2ലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് MT2 നെഗറ്റീവ് വന്ന സമയത്ത് ഒരു ലെയർ, അതായത് N4 ലെയർ, നമ്മൾ തൊട്ട് മുന്നത്തെ രണ്ട് മോഡലും ഡിസ്കസ് ചെയ്യാത്ത N4 ലെയർ കംസ് ഇൻ ടു പിക്ചർ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ്, MT2 നെഗറ്റീവ് ആണ്, ഗേറ്റ് കറണ്ട് എന്താണ്, ഗേറ്റ് കറണ്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ദ ഗേറ്റ് കറണ്ട് IG ഫോർവേഡ് ബയാസസ് ദി P2N2 ജംഗ്ഷൻ. ഈ P2N2 ജംഗ്ഷൻ ആറ് ഫോർവേഡ് ബയാസ് ചെയ്യും, ഗേറ്റ് കറണ്ട് ഫോർവേഡ് ബയാസ് ചെയ്യും. ആൻഡ് ലെയർ N2 എന്ത് സംഭവിക്കും, ഇൻജെക്ട്സ് ഇലക്ട്രോൺസ് ഇൻ ടു P2 ലെയർ ആസ് ഷോൺ ബൈ ദി ഡോട്ടഡ് ആരോസ്. അപ്പൊ നമുക്കറിയാം ഈ കേസിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് P2. അപ്പോൾ ഈ ജംഗ്ഷൻ എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. സിമിലർലി നെഗറ്റീവ് ഈ ജംഗ്ഷനും എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അതായത് P2N1ഉം അതേപോലെ P1N4 ജംഗ്ഷൻ ഒക്കെ ഓൾറെഡി ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഏതാണ്, P1N1 എന്നുള്ള ജംഗ്ഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുള്ള P1N1 ജംഗ്ഷൻ എന്താവും, ബ്രേക്സ് ഡൗൺ ആസ് ഇൻ എ കൺവെൻഷണൽ തൈറസ്റ്റർ ആൻഡ് ഇവൻച്വലി ദ സ്ട്രക്ചർ P2N1 P1N4 is completely turned on. ഓക്കെ, അവിടെ ഈ ഒരു കേസിൽ നമ്മൾ ആസ് എ ട്രയാക് ഇസ് ടേൺഡ് ഓൺ ബൈ എ റിമോട്ട് ഗേറ്റ് N2. ഓക്കെ, അതുകൊണ്ട് ഈ ഡിവൈസ് എന്ന് പറയുന്നത്, നമ്മുടെ ഡിവൈസ് ഈസ് ലെസ് സെൻസിറ്റീവ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് വിത്ത് പോസിറ്റീവ് ഗേറ്റ് കറണ്ട്. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ പോസിറ്റീവ് ഗേറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് എന്തായിരിക്കും, ലെസ് സെൻസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് the device is turned on by a remote gate N2. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് മോഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മോഡ് MT2 നെഗറ്റീവ് ആണ് ആൻഡ് ഗേറ്റ് കറണ്ട് ഇസ് ഓൾസോ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നേരത്തെ കേസിൽ N2 ആയിരുന്നു നമ്മുടെ റിമോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കേസിൽ നമുക്ക് N3 ആണ് റിമോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് മോഡ് N3 ആക്ട് ആസ് എ റിമോട്ട് ഗേറ്റ്. ഓക്കെ, സോ ഗേറ്റ് കറണ്ട് എന്ത് ചെയ്യുന്നു, ഗേറ്റ് കറണ്ട് നെഗറ്റീവ് ആണ്. ഗേറ്റ് കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഫ്രം P2 to N3. P2ൽ നിന്ന് N3ലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ആസ് എ നോർമൽ തൈറസ്റ്റർ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് റിവേഴ്സ് ബയാസ് ഉള്ള ജംഗ്ഷൻ ഏതാണ്, N1 P1 ആണ്. ഓക്കെ, സോ ദ റിവേഴ്സ് ബയാസ് ജംഗ്ഷൻ N1 P1 is broken and finally the structure P2N1 P1N4 is turned on completely. ഓക്കെ, സോ ഈ ഒരു കേസിലും ട്രയാക്ക് നമ്മൾ റിമോട്ട് ഗേറ്റ് വെച്ചിട്ടാണ് ടേൺ ഓൺ ചെയ്യുന്നതെങ്കിൽ കൂടി ഈ ഒരു കേസിൽ നമ്മളെ തൊട്ട് മുന്നത്തെ കേസിനേക്കാളും ഇതെന്തായിരിക്കും, മോർ സെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ദ ട്രയാക്ക് is turned on by remote gate N3 in the third quadrant, yet the device is more sensitive under this condition compared with turn on action with the positive gate current as discussed in the third mode of operation, that is MT2 negative and gate current positive. Okay, നമ്മൾ രണ്ട് രീതിയിലുള്ള കണ്ടക്ഷനും രണ്ട് ഡയറക്ഷനിലെ കണ്ടക്ഷൻ ഡിസ്കസ് ചെയ്തു. അതായത് MT1ൽ നിന്ന് MT2ലോട്ടുള്ള കണ്ടക്ഷനും MT2ൽ നിന്ന് MT1ലോട്ടുള്ള കണ്ടക്ഷനും. അതിൽ രണ്ട് കേസിലും ഗേറ്റ് കറണ്ട് പോസിറ്റീവ് ഗേറ്റ് കറണ്ട് നെഗറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്കറിയാം എപ്പോഴൊക്കെയാണ് നമ്മുടെ ട്രയാക്ക് കൂടുതലായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ പോസിറ്റീവ് ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ നെഗറ്റീവ് ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോഴുമാണ് കൂടുതലായിട്ട് ട്രയാക്ക് സെൻസിറ്റീവ് ആവുന്നത്. ഓക്കെ, അതുപോലെ സെൻസിറ്റിവിറ്റി ഓഫ് ദ ട്രയാക്ക് എപ്പോഴാണ് കുറയുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ നെഗറ്റീവ് ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോഴും തേർഡ് ക്വാഡ്രന്റിൽ നമ്മൾ പോസിറ്റീവ് ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോഴും അതിന്റെ സെൻസിറ്റിവിറ്റി എന്തായിരുന്നു, കുറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, it can therefore be concluded that sensitivity of the triac is greatest in the first quadrant when turned on with positive gate current and also in the third quadrant when turned on with negative gate current. അതുപോലെ തന്നെ sensitivity of the triac is low in the first quadrant when turned on with negative gate current and also in the third quadrant when turned on with positive gate current. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ലെയേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിൽ കൂടി ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ 4 മൂഡും വരച്ച് നല്ല വൃത്തിക്ക് പഠിക്കണം. കാരണം ഇത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നിങ്ങളൊരു ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ 4 മൂഡ്സും നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സ്റ്റുഡൻസ്.